പത്തനംതിട്ടയുടെ വികസന സ്വപ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഓമല്ലൂർ വള്ളിക്കോട് പാലം. ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം പ്രദേശത്തെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2 കോടി രൂപയുടെ പദ്ധതി വിഭാവനം ചെയ്തത്. എന്നാൽ പദ്ധതി നടപ്പിലാക്കുന്നതിലുള്ള കാലതാമസം പ്രദേശവാസികൾക്കിടയിൽ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. പത്തനംതിട്ടയുടെ വികസന ഭൂപടത്തിൽ ഏറെ പ്രതീക്ഷയോടെയാണ് ഓമല്ലൂർ വള്ളിക്കോട് പാലം പദ്ധതിയെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. വെറുമൊരു ഗതാഗത മാർഗം എന്നതിലുപരി ഇരുകരകളെയും ബന്ധിപ്പിച്ച് ഈ പ്രദേശത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ വളർച്ചയ്ക്ക് അടിത്തറ ഒരുക്കാനാണ് 2 കോടി രൂപയുടെ ഈ വിപുലമായ പദ്ധതി ആസൂത്രണം ചെയ്തത്. പാലത്തോടൊപ്പം ഒരു കുളിക്കടവും കുടുംബങ്ങൾക്ക് ഒത്തുചേരാൻ സൗകര്യപ്രദമായ ഒരു പാർക്കും കൂടി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് പ്രദേശവാസികളിൽ വലിയ ആവേശം സൃഷ്ടിച്ചിരുന്നു. നാട്ടുകാരൻ എന്നുള്ള രീതിയിൽ ഇത് 2015 ലാസ്റ്റോട് കൂടി തുടങ്ങി വെച്ച ഒരു പാലമാണ്. അത് കഴിഞ്ഞ് വന്ന MLAയുടെ സൈഡിൽ നിന്ന് ഒരുവിധമായ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടില്ലെന്നുള്ളതാണ്. ഇതിപ്പോൾ വള്ളിക്കോട് ഭാഗത്തുള്ള ആൾക്കാർ പണ്ട് കാലത്ത് ഓമല്ലൂർ ചന്തയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഈ ഒരു വഴിയാണ്. മാത്രമല്ല നമ്മുടെ ഈ ഒരു മെയിൻ റോഡും ഈ ഒരു ഇവിടെയുമായിട്ട് തൃപ്പാറ ഭാഗവുമായിട്ട് അമ്പലത്തിന് കണക്ട് ചെയ്യുന്ന ഒരു പാലമാണിത്. എന്നാൽ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് നാളുകൾ പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. നിലവിൽ പാലമില്ലാത്തത് കാരണം ഒട്ടേറെ ദൂരം ചുറ്റിക്കറങ്ങി വേണം ഇക്കരെയുള്ളവർക്ക് അക്കരെ എത്താൻ. വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും ഉൾപ്പെടെ നിത്യജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് ഇതുണ്ടാക്കുന്നത്. വികസനത്തിന്റെ ഈ പാത എത്രയും വേഗം തുറന്നു കാട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഓമല്ലൂർ വള്ളിക്കോട് നിവാസികൾ. ഇത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെ കൂടെ കാര്യമാണ്. സർക്കാരുകൾ മാറി മാറി വന്നെങ്കിലും ഈ യാത്രാക്ലേശത്തിനൊരു പരിഹാരം ആരും നൽകിയില്ല. അനാഥമായ ഈ 2 പില്ലറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ക്യാമറമാൻ അമൽ ജോണിനോടൊപ്പം വിഷ്ണു പുതുശ്ശേരി, മീഡിയ 1, പത്തനംതിട്ട.